പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റുമിനെ ഒരു സ്വീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത അവൻ ജീവകിരീടം പ്രാപിക്കും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അവൻ എന്ത് കൊള്ളാവുന്നവനായി തെളിയും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അമ്മ നമ്മുടെ ജീവിതത്തിൽ വിവിധ പരീക്ഷകളുണ്ടല്ലേ, വിശ്വാസത്തിന്റെ പരീക്ഷകളുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കഠിനമേറിയ പരിശോധനകൾ അവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ ദൈവം അതിലേക്ക് കയറ്റിവിടുന്നത് എന്തിനാ? ഹല്ലേലൂയ. നാം കൊള്ളാവുന്നവരായി തെളിയുവാൻ വേണ്ടിയാ. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ നാം സഹിഷ്ണുതയോടെ ദൈവത്തിന്റെ പാദപീഠെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, തെളിയുവാൻ വേണ്ടിയാണ് എന്ത് നമുക്ക് പരീക്ഷ ദൈവം നൽകി തരുന്നത്. നമുക്ക് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതം നൽകി തരുന്നത് നാം തെളിയണം. നാം പൂർണ്ണതയുള്ളവരായി വരണം. നാം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ, ശോധനകൾ, തീയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, തീയിൽ കൂടി കടന്ന് നാം കഷ്ടത എന്ന തീയിലൂടെ നാം കടന്ന് പോകുമ്പോൾ അവിടുന്ന് പുറത്തു വരുവാൻ ദൈവം നമ്മെ പുറത്തു കൊണ്ടും, അത് മാത്രമല്ല നാം കൊള്ളാവുന്നവരായി ശോഭിക്കുവാൻ. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ശേഷം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മെ തകർത്ത് കളയുവാനോ നമ്മെ ഒടുക്കി കളയുവാനോ അല്ല. ആ വിശ്വാസം നിലനിൽക്കുവാൻ നമുക്ക് ഒരു ഉറപ്പ് നൽകുവാൻ വേണ്ടിയാണ്. അതിനുശേഷം ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ, ദൈവം തന്ന ആലോചന നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കണമെങ്കിൽ നാം ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാം? നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല അവിടെ നിങ്ങൾക്ക് ഈ പരീക്ഷ, ഈ കഷ്ടത അനുവദിക്കുന്നത് നിങ്ങൾ കൊള്ളാവുന്നവരായി പുറത്തു വരുവാൻ, നിങ്ങൾ നല്ല പൂർണ്ണതയുള്ളവരായി പുറത്തു വരുവാൻ, വിശ്വാസത്തിന്റെ വീരനായി പുറത്തു വരുവാൻ, ദൈവശക്തിയുള്ളവനായി പുറത്തു വരുവാനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പരീക്ഷകൾ അനുവദിക്കുന്നത്. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ രണ്ട് പരീക്ഷകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്ന പരീക്ഷകളുമുണ്ട്, ദൈവം അനുവദിക്കുന്ന പരീക്ഷകളുണ്ട്. നമുക്ക് യേശു ക്രിസ്തു മരുഭൂമിയിൽ ഉപവാസത്തിലൂടായിരുന്നപ്പോൾ പിശാച് ദൈവത്തെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പറയുന്നു. ദൈവം അവിടെ ജയിച്ചു. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ രണ്ട് തരത്തിൽ കടന്നു വരാം. ഒന്ന് നമ്മുടെ വിശ്വാസ ശോധനകളും, ഒന്ന് നമ്മെ ദൈവത്തിന് അകറ്റിക്കളയുന്നതായ പരിശോധനകൾ കടന്നു വരാം. എന്നാൽ ഇത് രണ്ടും ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്, ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്. എന്നാൽ ഇത് പറയുകയാണ്, നിങ്ങൾ തോറ്റു പോകത്തില്ല. ഈ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ തോറ്റു പോകുകയില്ല, നിങ്ങൾ നശിച്ചു പോകുകയില്ല. ജീവിതത്തിന്റെ ഭാരം പേറി നിരാശയോടെ കടന്നു പോകുമ്പോൾ ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, പരീക്ഷ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നീ തകർന്നു പോകുവാനല്ല, നീ നശിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ. ജീവിതത്തിലെ ക്ലേശങ്ങളിൽ, മനക്ലേശ തരംഗങ്ങളാൽ, ദുഃഖ സാഹചര്യത്തിൽ പാട്ടുകാരൻ പറയുന്ന പോലെ നാം മുങ്ങിപ്പോകുമ്പോൾ നിങ്ങളെ കരം പിടിച്ച്, കരം നീട്ടി നിങ്ങളെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന കർത്താവ് ഉണ്ട്. ഹാലലൂയ. അപ്പോസ്തലനായ പത്രോസ് പറയുന്ന, ഇപ്പോൾ നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുന്നു. എന്നാൽ അല്പനേരം നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ നാനാ പരീക്ഷകൾ, വിവിധ തരത്തിലുള്ള പരീക്ഷകളുണ്ട്. ഒരു ദൈവപൈതലിന് നേരെ വിവിധ തരത്തിലുള്ള പരീക്ഷകളുണ്ട്. ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യും? ആനന്ദിക്കും. കാരണം അവനെ ദൈവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക തന്നെ ചെയ്യും. അപ്പോസ്തലനായ പത്രോസ് പിന്നെയും പറയുന്നു, അല്പകാലത്തേക്ക് നിങ്ങൾ എന്ത് കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ.
കഷ്ടം സഹിക്കും നിങ്ങളെ ക്രിസ്തു യേശു തന്റെ നിത്യത തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നമുക്കറിയാം നോഹയെ കുറിച്ച് നമുക്കറിയാം. നോഹ ഒരു നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ദേശത്ത് പ്രളയം അയക്കാൻ പോവാ, ഞാൻ എന്ത് ചെയ്യും, ദേശത്തെ നശിപ്പിച്ച് കളയാൻ. അതുകൊണ്ട് എന്ത് ചെയ്യും, നീ ഒരു പെട്ടകം ഉണ്ടാക്കിയ ശേഷം അതിൽ എന്ത് ചെയ്യണം, ഹല്ലേലൂയ, ആണും പെണ്ണും ഈ രണ്ടിനെ ആ പെട്ടകത്തിലായിട്ട് കയറ്റണമെന്ന് പറഞ്ഞു. നോഹ അത് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. ഹല്ലേലൂയ, പെട്ടകത്തിൽ കയറ്റി. പക്ഷേ സുവിശേഷം അനേകരോട് കർത്താവിന്റെ ന്യായവിധിയെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ എന്നാൽ ദൈവം എന്ത് ചെയ്യാ, മനുഷ്യൻ അത് കേട്ടില്ല. പക്ഷേ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം ദൈവം, നോഹയും തന്റെ കുടുംബത്തെയും കാട്ടിലുള്ള മൃഗങ്ങളില് ഈ ആണിനെയും പെണ്ണിനെയും കർത്താവ് എന്ത് ചെയ്തു, ആ പെട്ടകത്തിനകത്ത് കയറ്റി. മനുഷ്യൻ പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ എന്ത് ചെയ്തു, ദൈവം ഹല്ലേലൂയ മൃഗങ്ങളെ ആ പെട്ടകത്തിനകത്ത് കയറ്റി. നോക്കുക, വെള്ളം പൊങ്ങി. ഇവിടെ പരീക്ഷ കടന്നു വന്ന ഒരു മനുഷ്യൻ നോഹ, ഹല്ലേലൂയ, വെള്ളം പൊങ്ങി, പെട്ടകം പൊങ്ങി, ഹല്ലേലൂയ. ഈ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഈ പെട്ടകം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങുമ്പോ ഹല്ലേലൂയ, പെട്ടകം പൊങ്ങി ആടി ഉലഞ്ഞ് കരയറിയാതെ ദിശയറിയാതെ എന്ത് ചെയ്യുക, ഈ പെട്ടകം ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നാല് ഹല്ലേലൂയ, നമുക്കറിയാം ഹല്ലേലൂയ, വെള്ളം മഴ 40 ദിവസവും 40 രാവും 40 പകലും മഴ പെയ്തു. കഠിനമായ വെള്ളം കൊണ്ട് ഭൂമിയിലെ വൃക്ഷങ്ങൾ നശിച്ചു. ഭൂമിയിൽ ഒരു വകയും എന്തില്ല, ഈ പെട്ടകമല്ലാതെ ഹല്ലേലൂയ, ഈ വെള്ളത്തിലൂടെ പോകുന്ന ഈ പെട്ടകമല്ലാതെ എന്തില്ല, മറ്റൊന്നും ഹല്ലേലൂയ, മനുഷ്യരില്ല, മൃഗജാലങ്ങളില്ല, ഒന്നും എന്ത് ചെയ്യാ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പെട്ടകമുണ്ടാക്കി അതിൽ പ്രവേശിച്ച നോഹയ്ക്കും കുടുംബത്തിനും യാതൊരു കോട്ടവും വന്നില്ല. ദൈവം ഹല്ലേലൂയ മഴയെ സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ, ഈ നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ എന്ത് ചെയ്തു, ഉറച്ചു. ദൈവം എന്ത് ചെയ്തു, ഉറപ്പിച്ചു. പ്രിയരെ, ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തില് പ്രതിസന്ധി കടന്നു വരുമ്പോ നാം വിചാരിക്കും നമ്മൾ മുങ്ങിപ്പോകും. ഞാൻ മുങ്ങിപ്പോകുമോ, ഇത് ഞാൻ തകർന്നു പോകുമോ, ഇത് ഞാൻ ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ലേ, ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, ഞാൻ എല്ലാവരും ആശ്രയിക്കുമെന്നൊക്കെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ ദൈവം വചനത്തിലൂടെ നമ്മൾ പറയുകയാണ്, ഈ പരീക്ഷകളൊക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നവന് നിന്നെ കൊള്ളാവുന്നവനായി തെളിയിക്കുവാൻ വേണ്ടിയാണ്. നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. പക്ഷേ നോഹ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല ഈ പെട്ടകം ഇല്ല, എങ്ങനെ ഉറയ്ക്കുമെന്നൊക്കെ ചിലപ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ വ്യാകുലപ്പെട്ടേക്കാം. പക്ഷെ നോഹയ്ക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതികൂലം കടന്നു വരുമ്പോൾ അല്പകാലത്തേക്ക് നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, ദൈവം സർവ്വകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കും. ഒന്ന്, നമ്മെ ഉറപ്പിക്കും ദൈവം. രണ്ട്, നമ്മെ ശക്തീകരിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന നമ്മൾ ചെയ്ത് കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യും, വിശ്വാസം ഉറയ്ക്കും. ഹല്ലേലൂയ. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 5-ാമത് പറയുന്നത്, സഹിഷ്ണുത കാണിച്ചവരെയും നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുതയും നിങ്ങൾ കേട്ടും അവന് കർത്താവ് വരുത്തിയ അന്തം നിങ്ങൾ കണ്ടുപിടിക്കുന്നുവല്ലോ. നോക്കുക, ഇവിടെ യോബിനെ കുറിച്ച് പറയുകയാണ്. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ യോബ് ദൈവത്തിന്റെ സഹിഷ്ണുതയോട് ഇരുന്നത് കൊണ്ട് അവന്റെ അവസാനം നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് മടക്കി കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നഷ്ടപ്പെട്ടതൊക്കെ നീ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാല് ദൈവം അതിനെ മടക്കി തരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നാം പങ്കുള്ളവരാകും തോറും അവന്റെ തേജസ് നാം എന്ത് ചെയ്യും, പ്രത്യക്ഷതയെ ആനന്ദിക്കുവാൻ്റെയാണ്. ഇവിടെ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ സഹിപ്പാനുള്ള പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്ന പിശാച് തലവിലാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം.
ഇവിടെ അല്ലെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആമേ ജീവകിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച്. മരണമരുന്ന് വിശ്വസ്തനായിരുന്നാൽ നീ ജീവകിരീടം പ്രാപിക്കുമെന്നാണ് അപ്പോസ്തലനായ ഹല്ലേലൂയ യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമനിമിത്തം നമുക്ക് കഷ്ടത അനുഭവിക്കുമ്പോൾ അമ്മയെ നിങ്ങൾ സഹിച്ചു നിന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അമ്മയെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ നമ്മെ തളർത്തി കളയുവാനല്ല, നമ്മെ ഉടുക്കി കളയുവാനല്ല, ഹല്ലേലൂയ നാം കൊള്ളാവുന്നവനെ തെളിഞ്ഞ ശേഷം ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടത ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകളുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ടെന്നാണ് യേശു ശിഷ്യന്മാർ പറഞ്ഞത്. അതുകൊണ്ട് കഷ്ടത എന്ത് ചെയ്യും എന്നാൽ ഹല്ലേലൂയ ഈ കർത്താവ് ലോകത്തെ ജയിച്ചത് കൊണ്ട് നിങ്ങൾക്കും ജയിക്കുവാൻ ദൈവം കൃപ നൽകും. ദൈവം സ്നേഹിക്കുന്നവർക്ക് തന്റെ വാഗ്ദത്തങ്ങളെ ഇന്ന് ചെയ്ത ദൈവകിരീടം പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.